സൗത്ത് റെയിൽവേ സ്റ്റേഷൻ വിൽക്കണം. അപ്പോൾ എന്നോട് ഒരാൾ വിളിച്ചു ചോദിച്ചു, വിനോദിന് താല്പര്യം ഉണ്ടെങ്കിൽ എടുക്കാമെന്ന്. സുരഭീനെ വിളിക്കുകയാണെങ്കിൽ ദേശീയ അംഗീകാരം കിട്ടിയോണ്ട് അവർ റിഡക്ഷൻ തരും. അപ്പൊ നമുക്ക് എടുത്താലോ? അവാർഡ് കിട്ടിയ സിനിമയിലേക്കും സുരഭി പോകില്ല എന്ന് പറഞ്ഞ് വാശി പിടിച്ചിരുന്നതാണ്. കാശ് നോക്കണ്ട, ഈ ക്യാരക്ടറിന് ഒരു അവാർഡിന്റെ മണമുണ്ട്. നീ ഇതുവരെ ചെയ്ത പാത്തു എന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ക്യാരക്ടറാണ്, നീ ധൈര്യമായിട്ട് ചെല്ലെന്ന് പറഞ്ഞ് ഉന്തി പറഞ്ഞയച്ചതാണ്. ഞാൻ ആദ്യം ഡയറക്ട് ചെയ്ത ഷോർട്ട് ഫിലിം ഞാൻ ആദ്യം കാണിച്ച മമ്മൂക്കയാണ്. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജിലൂടെയാണ് അത് റിലീസ് ചെയ്തത്. ഏറ്റവും നല്ലൊരു വേഷം തന്നത് മമ്മൂക്കയാണ് വർഷം എന്ന സിനിമയിൽ. എനിക്ക് 2014 ഷോർട്ട് ഫിലിമിൽ മികച്ച നടനുള്ളൊരു ദേശീയ അവാർഡ് ഉണ്ടായിരുന്നു. ആ അവാർഡ് കിട്ടിയപ്പോൾ എന്നെ ആദ്യം വിളിച്ച് അപ്രീഷിയേറ്റ് ചെയ്തത് മമ്മൂക്കയാണ്. അങ്ങനെ ഒരുപാട് പ്രത്യേകത മമ്മൂക്കയ്ക്ക്. സെറ്റിലൊക്കെ വരുമ്പോഴത്തേന് കോമഡിക്കാരൻ എന്തേ ഇല്ലേ ഇവിടെ അങ്ങനെയൊക്കെ ചോദിക്കുമ്പോഴേ അത്രയ്ക്ക് ഭയങ്കര സ്നേഹമാണ്. ഏതോ ഒരു സ്പോട്ടിൽ ഒരു കൗണ്ടർ ഞാൻ പറഞ്ഞപ്പോഴേ ഒരു ഇയർഫോൺ ഇങ്ങനെ എടുത്തിട്ട് ഇതൊരു കോഴിക്കോട്ടുകാരൻ മാത്രമേ പറയുള്ളൂ കേട്ടോ. നമുക്ക് ഏതൊരു പ്രതിസന്ധി ഘട്ടം വരുമ്പോഴത്തേക്കും നമ്മുടെ കൂടെ നിൽക്കുന്ന ആളുടെ ആ ഒരു സപ്പോർട്ട് നമുക്ക് ഇല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും സർവൈവ് ചെയ്യാൻ പറ്റില്ല. തീർച്ചയായും മുമ്പോട്ട് പോകാനുള്ള ഒരുപാട് എനർജി തരുന്നത് വൈഫ് തന്നെയാണ്. എന്റെ ഭാര്യയെ 4 തവണ കല്യാണം കഴിച്ചിട്ടുണ്ട്, സ്വന്തം ഭാര്യയെ. അപ്പൊ 2ാം തവണ ഞാൻ ഗുരുവായൂരിൽ കല്യാണം കഴിച്ചപ്പോൾ അത് മാത്രം സോഷ്യൽ മീഡിയയിൽ കണ്ടില്ല, ഭയങ്കര വൈറലായിരുന്നല്ലോ. ജഗദീഷ് ചേട്ടൻ ഒരു ഇന്റർവ്യൂവിൽ എന്നോട് പറഞ്ഞു, അതിനിപ്പോ PSC-യിലൊക്കെ ക്വസ്റ്റ്യൻ വരും കേട്ടോ, സ്വന്തം ഭാര്യയെ 4 തവണ കല്യാണം കഴിച്ച കലാകാരൻ ആരാന്ന് ചോദിച്ചാൽ PSC ക്വസ്റ്റ്യനൊക്കെ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഉപേക്ഷിക്കും മാറുമായിരുന്നു. പണക്കം വരുമ്പോ ഒന്ന് ഉപേക്ഷിക്കും, അപ്പൊ വീണ്ടും കിട്ടും. ഒന്ന് സഹായിച്ചത് എൻ്റെ ഫാദർ ഇൻ ലോയ. അപ്പം നിറയെ പൈസ വേണം, പുള്ളി എന്താണെന്ന് അറിയാം, പെൻഷൻ പൈസ മുഴുവൻ എൻ്റെ കയ്യിൽ കൊണ്ടുവന്നു. നിങ്ങൾ മനസ്സിൽ കാണുന്ന ഇവന്റ് അത് ഏതുമായിക്കോട്ടെ, അതിനെ കൂടുതൽ കളർഫുൾ ആക്കാൻ കൂടുതൽ സ്പെഷ്യൽ കണ്ടന്റോടുകൂടി മൈൽസ്റ്റോൺ ഇവന്റ്സ്, ബർത്ത്ഡേ പാർട്ടി, എൻഗേജ്മെന്റ്, കല്യാണം, കോർപ്പറേറ്റ് ഇവന്റ്സ്, അങ്ങനെ ഏത് ഇവന്റ്സും കൂടുതൽ സ്പെഷ്യൽ കണ്ടന്റോടുകൂടി നമുക്ക് മനോഹരമാക്കാം മൈൽസ്റ്റോൺ ഇവന്റ്സിലൂടെ. രാഷ്ട്രീയവും രാഷ്ട്രീയത്തിന്റെ പശ്ചാത്തലത്തിലുള്ള സിനിമകൾക്ക് എന്നും വിജയസാധ്യത കൂടുതലായിരിക്കും. അപ്പോൾ അത്തരത്തിൽ രാഷ്ട്രീയത്തിന്റെ കഥ പറയുന്ന നമ്മുടെ ഏറ്റവും പുതിയ ചിത്രമായ ആത്മസഹയുടെ വിശേഷങ്ങളുമായി ഇന്ന് എന്റെ കൂടെ ജോയിൻ ചെയ്തിട്ടുള്ളത് ശ്രീകുമാർ, ഗോപു കിരൺ, നെൽസൺ ആൻഡ് വിനോദ്. ചേട്ടാ നമസ്കാരം. നമസ്കാരം. ശരിക്കും പറയാം, നിങ്ങളുടെയൊക്കെ എക്സ്ക്ലൂസീവ് സിംഗിൾ ഇന്റർവ്യൂ എടുക്കണം എന്ന് ഒരുപാട് ആഗ്രഹിച്ചിരുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ നിങ്ങൾ എല്ലാവരും ഗ്രൂപ്പായിട്ട് കിട്ടിയതിൽ ഭയങ്കര സന്തോഷം. ഓക്കെ, അപ്പം ഈ സിനിമയുടെ പേരും പോസ്റ്ററൊക്കെ കാണുമ്പോൾ തന്നെ നമ്മളാണെങ്കിൽ ഒരു രാഷ്ട്രീയത്തിന്റെ കഥ പറയുന്ന ഒരു സിനിമയായിട്ടാണ് തോന്നുന്നത്. പക്ഷെ എൻ്റെ കൂടെയുള്ള ഗസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് ചിരിപ്പിച്ചിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ ഇതൊരു കോമഡി മൂവിയാണോ, അതൊരു പൊളിറ്റിക്കൽ മൂവിയാണോ, അതൊരു പൊളിറ്റിക്കൽ കോമഡി മൂവി ആയിട്ടാണോ നമ്മൾ കരുതേണ്ടത്? ശരിക്കും ഒരു അടി മഴയും കുത്തും വെട്ടുമൊക്കെ കുറച്ച് നാളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതൊന്ന് മാറിയിട്ട് നമുക്ക് ഒരുപാട് ടെൻഷനാണ്. ഇപ്പം നിറയെ കുഞ്ഞുങ്ങൾക്ക് വരെ ഡിപ്രഷൻ വരുന്ന കാലമാണ്. അങ്ങനെ ഒക്കെ ഇരിക്കുന്ന സമയത്ത് ഇപ്പം എൻ്റെ ഫ്രണ്ട്സ് പറയുന്നത് ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് മൂവീസ് വരണം. ഞാൻ പ്രിവ്യൂ കണ്ട കുറച്ച് പേര് പറഞ്ഞത് ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള സിനിമയാണ്, എന്നാൽ അത് ഒരു ഫാമിലിയുടെ ബന്ധങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് പറയുന്നൊരു സിനിമയാണ്. അങ്ങനെ ഒരു മരണവുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ നിന്ന് ട്രാവൽ ചെയ്യുന്നതാണ് മൂവി. അതിനകത്ത് വരുന്ന ഓരോ കഥാപാത്രങ്ങളും, ഈവൻ നെൽസൺ ചേട്ടൻ്റെ ഒരു കംബാക്ക് ആയിരിക്കും നെൽസൺ ചേട്ടൻ്റെ കഥാപാത്രം, വിനോദേട്ടൻ്റെ, ഈവൻ ശ്രീയുടെ, ഇനി നോബി ചേട്ടൻ, അങ്ങനെ നിറയെ ആക്ടേഴ്സ് ഉണ്ട്, സാറ്, രഞ്ജി സാറ്, എല്ലാവരും. അപ്പം എല്ലാവർക്കും ഇതിനകത്ത് ഒരു സിനിമയിലെ നായകനോ ഒരു നായകനോ നായികയോ എന്നുള്ളതല്ലാണ്ട് ഈ സിനിമയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ കഥാപാത്രത്തിനും സ്ക്രീൻ സ്പേസ് ഉണ്ട്, അവർക്ക് പെർഫോം ചെയ്യാനുള്ള ഏരിയ ഉണ്ട്. ശ്രീകുമാറായിട്ട് ഇതിനകത്ത് ചെയ്യുന്ന ക്യാരക്ടർ ഏതാണ്? ഇത് മാവു മനോജ് എന്ന് പറഞ്ഞിട്ട് ക്യാരക്ടറാണ്. ഇത് ഒരു മൂവിയുടെ ഒരു ക്ലൈമാക്സ് ഒരു സംഭവത്തിലോട്ടൊക്കെ പോകുന്നതിന് തൊട്ട് മുമ്പ് അല്ലേ, ഒരു കാരണക്കാരനോ ഒരു കാരണക്കാരനാണ്. നെൽസൺ ചേട്ടന്റെ കാവടി വിജയൻ, കോമഡി അല്ല കാവടി വിജയൻ. ഇതിനകത്തൊരു കോമഡി ക്യാരക്ടർ ആണോ ചെയ്യുന്നത്? കോമഡി അല്ല, ഞാൻ സീരിയസ് ആയിട്ട് എന്റെ ജീവിതമാണ് ഞാൻ ചെയ്യുന്നത്, എന്റെ ക്യാരക്ടറിന്റെ ജീവിതമാണ് ഞാൻ അതിൽ ചെയ്യുന്നത്. പക്ഷെ പുള്ളി പറയുന്ന പല കാര്യങ്ങളും അതിനകത്ത് നമ്മൾ പറയില്ലേ, തമാശയായിട്ട് പറയുകയാണെങ്കിൽ അത് ആലോചിച്ച് കഴിഞ്ഞാൽ അയാൾ പറയുന്ന പോയിന്റ് എല്ലാം ഭയങ്കര വാല്യൂ ഉള്ള പോയിന്റ്സാണ് പറയുന്നത്. അങ്ങനെ അതാണ്, അല്ലാതെ കോമഡി ആയിട്ടൊന്നും പറയുന്നില്ല. നമ്മൾ അവിടുത്തെ സിറ്റുവേഷനിലും കാര്യങ്ങൾക്കും ഒക്കെ പറയുന്നുണ്ട്. പിന്നെ
ഒരുപാട് ഞാൻ നേരത്തെ കുറേ ഇത് കൊടുത്തായിരുന്നു. അതിൽ പറഞ്ഞ പോലെ നമുക്ക് ഫുൾ സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് എന്തെങ്കിലും പിന്നെ ഇഷ്ട ചെയ്യണമെങ്കിൽ അതിന് സമ്മതമുണ്ട്. അതുകൊണ്ട് അതിനുള്ളൊരു ഫ്രീഡം തന്നിട്ടുണ്ട് അല്ലേ? അപ്പൊ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. അതിനുള്ള സ്കോപ്പ് ഈ പടത്തിലുണ്ട്. ആണോ? അതുകൊണ്ടാണല്ലോ നമ്മളെ ഫ്രീഡം കൊടുക്കുന്നത്. സ്കോപ്പ് ഉണ്ട്. അത് അസാധ്യമായിട്ട് നെൽസൺ ചേട്ടനിലും എല്ലാ ഈ വന്ന ആർട്ടിസ്റ്റുകളൊക്കെ എല്ലാവരും ആരും തന്നെ നമ്മൾ കോമഡി ആയിട്ട് ചെയ്യുന്നതല്ലല്ലോ. എല്ലാം ഇദ്ദേഹത്തിന്റെ കഥാപാത്രം അത് ഒരു സീരിയസ് ആണ്. പക്ഷെ പുള്ളി പറയുന്നത് നമുക്ക് കേട്ടാൽ ചിരി വരും. അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളാണ് ഇതിനകത്ത്. ഇതിനകത്തും ഏകദേശം ഒരു കോമഡി ക്യാരക്ടറാണ് എല്ലാരും ചെയ്യുന്നത് അല്ലേ? പക്ഷെ എനിക്ക് തോന്നുന്നു ഗോപിച്ചേട്ടൻ കുറച്ചും കൂടെ ഒരു സീരിയസ് ക്യാരക്ടറാണ് ചെയ്യുന്നത്. അതെ അതെ. എന്റെ കഥാപാത്രം അങ്ങനെ സാറിന്റെ മകനായിട്ടാണ്, രഞ്ജിത്ത് സാറിന്റെ രഞ്ജിത്ത് സാറിന്റെ മകനായിട്ടാണ്, സഖാവ് അദ്ദേഹത്തിന്റെ മകനായിട്ടാണ് ഞാൻ അഭിനയിക്കുന്നത്. അപ്പൊ വിനോദേട്ടൻ എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ആക്റ്റീവ് ആയിട്ടുള്ള ആളാണ്. ഇപ്പൊ തന്നെ നമ്മൾ നോക്കിയപ്പോ ഫോട്ടോ എടുക്കുന്ന സോഷ്യൽ മീഡിയയിൽ പ്രൊമോഷൻ തുടങ്ങുമെന്ന് അറിയണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ചേട്ടനാണെങ്കിൽ കഴിഞ്ഞ കുറച്ചാൾ മുന്നേ മമ്മൂക്കാന്റെ ഒപ്പം ഒരു ഫോട്ടോ കണ്ടായിരുന്നു. എന്റെ എന്താണ് ഡ്രീം കം ട്രൂ മൊമെന്റ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ എന്താ മമ്മൂക്കൊക്കെ ബുക്ക് കൊടുത്തപ്പോ? ഞാൻ എന്റെ ആദ്യത്തെ ഷോർട്ട് ഫിലിം, ഞാൻ ആദ്യം ഡയറക്ട് ചെയ്ത ഷോർട്ട് ഫിലിം ഞാൻ ആദ്യം കാണിച്ച മമ്മൂക്കൊക്കെയാണ്. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജിലൂടെയാണ് അത് റിലീസ് ചെയ്തത്. എന്റെ വെബ്സൈറ്റ് ഉദ്ഘാടനം ചെയ്തു തന്നത് മമ്മൂക്കയാണ്. അങ്ങനെ എല്ലാ കാര്യത്തിലും എനിക്ക് ഏറ്റവും നല്ലൊരു വേഷം തന്നത് മമ്മൂക്കയാണ്. വർഷം എന്ന സിനിമയിൽ എനിക്ക് 2014 ഷോർട്ട് ഫിലിമിൽ മികച്ച നടനുള്ളൊരു ദേശീയ അവാർഡ് ഉണ്ടായിരുന്നു. ആ അവാർഡ് കിട്ടിയപ്പോൾ എന്നെ ആദ്യം വിളിച്ച് അപ്രീഷിയേറ്റ് ചെയ്തത് മമ്മൂക്കയാണ്. അങ്ങനെ ഒരുപാട് പ്രത്യേകത മമ്മൂക്കയ്ക്ക്. ഇപ്പൊ ഞാൻ ഉപയോഗിക്കുന്ന കാറ്, ആ കാറ് വാങ്ങിക്കാൻ കാരണക്കാരൻ മമ്മൂക്കയാണ്. അങ്ങനെ പല രീതിയിലും അദ്ദേഹം നമുക്കൊരു റോൾ മോഡലാണ്. നമ്മുടെ ഒരു എന്താ പറയാ, ഇദ്ദേഹത്തിന് മാത്രമല്ല എല്ലാവരും ഒരുപാട് പേർക്ക് അദ്ദേഹം ഭയങ്കര മോട്ടിവേഷനാണ്. അപ്പൊ ഈ പുസ്തകം എഴുതിയപ്പോഴും എന്റെ മനസ്സിൽ ഞാൻ ഈ പുസ്തകത്തിന്റെ ആദ്യത്തെ കോപ്പി മമ്മൂക്കക്ക് കൊടുക്കണം. അങ്ങനെ ഞാൻ പുസ്തകം റെഡിയായപ്പോൾ ഞാൻ വിളിച്ചപ്പോൾ മമ്മൂക്ക് സ്ഥലത്തിൽ ഔട്ട് ഓഫ് കേരളയാണ്. അപ്പോൾ ഞാൻ ഉടനെ തന്നെ കേരളത്തിൽ വരും, നീ ലൊക്കേഷനിലേക്ക് വന്നാൽ മതി. ലൊക്കേഷനിൽ പോയി ഞാൻ പുസ്തകം കൊടുത്തു. അതിനുശേഷമാണ് പിന്നെ പുസ്തകം പലരുടെ കയ്യിലേക്ക് എത്തിയത്. പുസ്തകം കൊടുത്തപ്പോ മമ്മൂക്ക എന്താ പറഞ്ഞത്? പുസ്തകം കൊടുത്തപ്പോ എഴുത്തുകാരനും കൂടി ആയി, കൂടുതൽ ശ്രദ്ധിക്കണം, ഉത്തരവാദിത്വം കൂടിയായി വരികയാണ്. അത് വായിച്ചു കഴിഞ്ഞിട്ട് പറഞ്ഞിരുന്നു. വായിച്ചു കഴിഞ്ഞിട്ട് എനിക്ക് പിന്നെ മെസ്സേജ് വിട്ടിരുന്നു, നന്നായിട്ടുണ്ട്, ഇനിയും എഴുതണം എന്ന് പറഞ്ഞു. എല്ലാവരും വായിച്ചവരൊക്കെ അങ്ങനെ തന്നെ പറഞ്ഞത്. ഓക്കെ. ഇപ്പൊ നെൽസൺ ചേട്ടൻ പറഞ്ഞല്ലോ മമ്മൂക്ക എല്ലാവരുടെ ലൈഫിൽ ഭയങ്കര. നെൽസൺ ചേട്ടൻ അങ്ങനത്തെ എന്തെങ്കിലും? എനിക്ക് എന്നെ രാജാതിരാജയില് പുള്ളിക്ക് വേണമെങ്കിൽ പറയാം, വേണ്ട അങ്ങനെ വേണമെങ്കിൽ പറയാം. പക്ഷെ ഒരു വിരോധവും ഇല്ല. എന്നിട്ട് സെറ്റിലൊക്കെ വരുമ്പോഴത്തേന് അവനെന്താ കോമഡിക്കാരൻ എന്തേ അവനില്ലേ ഇവിടെ അങ്ങനെയൊക്കെ ചോദിക്കും പുള്ളി. അത്രയ്ക്ക് ഭയങ്കര സ്നേഹമാണ്. ആരോടും ഒരു എല്ലാരും പറയുന്നത് അദ്ദേഹം ഭയങ്കര കട്ട സ്വഭാവക്കാരെന്ന് വെച്ചാൽ ഇങ്ങനെയാണ്. പക്ഷെ അതല്ല, ഒരിക്കലും അതല്ല. അടുത്ത് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും അതല്ല. പുള്ളി സംസാരിക്കുമ്പോൾ നമുക്ക് ഈ അടുത്തിടപാത്തവർക്ക് അവർക്ക് തോന്നുന്നതാണ് ഇത് പുള്ളി ഇങ്ങനെയാണെന്ന്. പക്ഷെ നമുക്ക് നമ്മളോട് സംസാരിക്കുമ്പം എന്ത് നല്ല സ്നേഹത്തോടെയും നമുക്ക് ഉപകാരം. ഒരുപാട് മിമിക്രി ആർട്ടിസ്റ്റുകൾക്കും ഞാൻ തോറന്ന് പറയാം, ഏറ്റവും കൂടുതൽ ഉപകാരം ചെയ്തിട്ടുള്ളത് ഒരു നടൻ എന്ന് പറഞ്ഞാൽ മഹാനടൻ മമ്മൂക്ക. ഷോസ് ഒക്കെ കാണുമ്പോഴേ, നമ്മൾ TV കാണുമ്പോഴും തന്നെ മമ്മൂക്ക എൻജോയ് ചെയ്യുന്ന ഭയങ്കര മനസ്സൊക്കെ വിട്ട് ചിരിച്ച് എൻജോയ്. ചിലരെ കണ്ടില്ലേ, ചിലർ എല്ലാരും അറിയാം. ഇപ്പൊ ഇറങ്ങുന്ന പയ്യന്മാരെ വരെ അദ്ദേഹത്തിന് എല്ലാ പരിപാടിയും പുള്ളി കാണും. അത്ര അപ്ഡേറ്റ് ആണ് ആള്. അതെ, സോഷ്യൽ മീഡിയയിൽ അപ്ഡേറ്റ് ഫോട്ടോസ് ആയാലും നമുക്ക് കാണാൻ പറ്റുമല്ലോ. ഈ വർഷം സിനിമയിൽ ഞാൻ അഭിനയിക്കുമ്പം അതിനകത്ത് മമത മോഹൻദാസ് വന്ന സമയത്ത് മമത മോഹൻദാസിനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. മമ്മൂക്ക എന്നെ പരിചയപ്പെടുത്തി, ഇദ്ദേഹമാണ് നമ്മുടെ അസ്ലം എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്യണമെന്ന്. അപ്പോൾ ഉടനെ തന്നെ മമത എൻ്റെ നേരെ ഇങ്ങനെ കൈ കൂപ്പിയിട്ട്, അയ്യോ ചേട്ടാ എനിക്ക് ചേട്ടനോട് ഒരുപാട് നന്ദിയുണ്ടെന്ന് പറഞ്ഞ് എൻ്റെ കൈ പിടിച്ചു. അപ്പം മമത ഇങ്ങനെ US ട്രീറ്റ്മെന്റിലൊക്കെ ആയ സമയത്ത് എൻ്റെ ഒരു കോമഡിയാണ് മമതയ്ക്ക് ഭയങ്കര മോട്ടിവേഷൻ ഉണ്ടാക്കിയെന്ന് പറഞ്ഞു. ആ കോമഡി എനിക്ക് ബൈഹാർട്ടാണ്, എത്ര തവണ ഞാനത് കണ്ടതെന്ന് അറിയില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അതൊരു കാലൻ എന്നിട്ടൊരു സ്കിറ്റ് ഉണ്ട്, അതാണ് കണ്ടത്. ഒരു കോഴിക്കോട്ടുകാരൻ ഒരു കാലനെ കാണുന്ന ഒരു മനസ്സിലായി. അപ്പൊ അത് ഉടനെ മമ്മൂക്ക് ചോദിച്ചു അതേടാ സ്കിറ്റ് ഞാൻ പറഞ്ഞു. അപ്പം മമ്മൂക്കയുടെ ഈ മമ്മൂക്ക് കണ്ടില്ലേ കാലനെ പറ്റിക്കുന്ന ഒരു കുട്ടിശങ്കർ കുട്ടികൃഷ്ണൻ എന്ന ക്യാരക്ടർ വിനോദേട്ടൻ ചെയ്തിട്ടുണ്ട്. ഉടനെ മമ്മൂക്ക ലാപ്ടോപ്പ് എടുക്കുന്നു, യൂട്യൂബിൽ നിന്ന് സ്കിറ്റ് എടുക്കുന്നു, ഇയർഫോൺ വെക്കുന്നു, ഇരുന്ന് കാണുക. ഞാനും മമ്മൂട്ടി അപ്പുറത്ത് പ്രതിനിധി. മമ്മൂക്ക ആ സ്കിറ്റ് ആസ്വദിക്കുന്നത് കണ്ടിട്ട് എനിക്ക് ഇങ്ങനെ ഒരു സന്തോഷം. എനിക്കത് വീഡിയോ എടുക്കാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായില്ല. കാരണം അത്ര മനോഹരമായിട്ടാണ് മൂപ്പര്
ഏതോ ഒരു സ്പോട്ടിൽ ഒരു കൗണ്ടർ ഞാൻ പറഞ്ഞപ്പോഴേ ഒരു ഇയർഫോൺ ഇങ്ങോട്ട് എടുത്തിട്ട് ഇതൊരു കോഴിക്കോട്ടുകാരൻ മാത്രമേ പറയുള്ളൂ കേട്ടോ. അത്ര ഗംഭീരമായിട്ട് നമുക്ക് ആസ്വദിക്കുന്നത് കണ്ട. കാരണം അതിനൊക്കെ സ്പേസ് ഉണ്ടാക്കണം, സമയം ഉണ്ടാക്കുകയാണ്. എന്റെ അനുഭവത്തിൽ പറയുന്നതാണ്, നമ്മൾ ഈ ഖുറാനില്ലേ, അതാണ് പുള്ളി. ഖുർആൻ ആ പുസ്തകമില്ലേ, അതുപോലുള്ള നല്ല മനുഷ്യനാണ്. ഓ, അത്രയും പ്യുവർ ആയിട്ട് അല്ലേ? അത്ര തന്നെ. ഓക്കെ. അപ്പൊ നമ്മളാണെങ്കിൽ ഇപ്പൊ നമ്മുടെ മൂവിയുടെ പേര് സഹോ എന്നാണ്. അപ്പൊ ഈ സഹോ എന്ന് പറയുമ്പോ തന്നെ നമുക്ക് അത് ഈ പോസ്റ്ററിലൊക്കെ രാഷ്ട്രീയത്തിന്റെ ഇതായതുകൊണ്ട് തന്നെ നമുക്കൊരു ഇതുണ്ട്. സഖാവിന്റെ ഷോർട്ട് ആയിട്ടുള്ള സഹോ ആണോ അതോ സഹോദരന്റെ തന്നെയാണ്? അത് എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തത്, സത്യം പറഞ്ഞാൽ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തത് നമ്മുടെ കട്ടപ്പനയിലെ റോഷനിലുണ്ട് സഹോ. അപ്പൊ സഹോ എന്ന് പറഞ്ഞപ്പോ സഹോ, എനിക്ക് ആ സഹോ ഇഷ്ടപ്പെട്ടു. പിന്നെ ആത്മ എന്ന് പറയുന്നത് ഇതിനകത്ത് സിനിമ കാണുമ്പോഴാണ് ആ ആത്മ എന്തുകൊണ്ട് വന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ആ സഹോ എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ ബി എ ഫ്രണ്ട്, ഇറ്റ് ക്യാൻ ബി ലൈക്ക് ഫ്രണ്ട് എന്ന് മാത്രമല്ല, ഒരു നമ്മളെ റിലേഷൻസിൽ എല്ലാവരും വരാം, ആര് വേണം വരാം, നമ്മുടെ കൂട്ടുകാരനാവാം, ഈവൻ സഖാവാം. ആ ഒരു കണ്ടന്റിലാണ് അത് വെച്ചേക്കുന്നത്. ഓക്കെ. അപ്പൊ ഞാനാണെങ്കിൽ ഈ ഒരു ചെറിയ സെഗ്മെന്റിലേക്ക് കൊണ്ടുപോവാണ്. ഈ സെഗ്മെന്റിന്റെ പേരാണ് എന്റെ ആത്മസഹോ. ഓക്കെ. അപ്പൊ ഞാനാണെങ്കിൽ ചോദിക്കും, എന്താണ് ഇപ്പൊ നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും വേഴ്സ്റ്റ് സിറ്റുവേഷൻ, അല്ലെങ്കിൽ ഞാൻ കുടുങ്ങിപ്പോയി ഇനി ഇവിടെ നിന്നൊരു ഇതില്ലാന്ന് ആലോചിക്കുന്ന ആ ഒരു സിറ്റുവേഷനിൽ, അങ്ങനെ ഒരു സിറ്റുവേഷൻ ലൈഫിൽ വന്നപ്പോൾ കൂടെ ഉണ്ടായിരുന്ന ഒരു ആത്മസഹോ? എന്റെ ഭാര്യ. ഈ പടത്തിന്റെ പ്രൊഡ്യൂസർ അല്ല, പിന്നെ അല്ലല്ല, നമ്മള് പറയാൻ പറ്റത്തില്ല, ഭാര്യമാരാണ് നമുക്ക് എല്ലാവരും. ഞാനൊന്ന് മാറ്റി പറയട്ടെ. എനിക്ക് ഭാര്യയല്ല, എനിക്ക് ഭാര്യയല്ല, ഭാര്യയാണ്. പക്ഷെ ഞാൻ ഈ അടുത്ത് ഞാൻ ഭയങ്കരമായിട്ട് ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ പെട്ടു. എനിക്കൊരു 30 lakhs പെട്ടെന്ന് കയ്യിൽ കിട്ടണം, ഒരു 30 lakhs. അത് കിട്ടിയില്ലെങ്കിൽ ശരിക്കും ഞാൻ വല്ലാത്തൊരു പ്രശ്നം. ഞാൻ അങ്ങനെ ഒരു കടക്കാരനല്ല, ഒരിക്കലും കടക്കാരൻ. പക്ഷെ ഞാൻ വലിയൊരു കടക്കാരനാവും. വല്ലാത്തൊരു സിറ്റുവേഷനിൽ ഞാൻ പോയി. ഞാൻ ഒരുപാട് സുഹൃത്തുക്കളെ ഞാൻ സമീപിച്ചു, ആർക്കും എന്നെ സഹായിക്കാൻ പറ്റുന്നില്ല, കാരണം ഇത്രയും വലിയൊരു എമൗണ്ട് അല്ലേ. പക്ഷെ ആ സമയത്ത് എനിക്ക് ഗൾഫിൽ എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അതിലൊരാൾ എനിക്ക് വാട്സപ്പിൽ ഒരു മെസ്സേജ് വിടുകയാണ്, ഹായ് കൗർ, എവിടെയാണ്, എത്ര കാലമായി, എന്താണ് ഒരു വിവരമില്ലല്ലോ എന്ന് പറഞ്ഞിട്ട്. അയ്യൂബ് ഖാ എന്ന് പറഞ്ഞൊരു കക്ഷിയാണ് കുവൈത്തിലുള്ള. ഉടനെ എനിക്ക് ഇദ്ദേഹത്തെ പരിചയപ്പെട്ട ദിവസം, ഇദ്ദേഹത്തിന് കൂടെ അവിടെ ചെലവഴിച്ച ദിവസം, ഉടനെ ഞാൻ അദ്ദേഹത്തിന് ഈ സംഭവം ഞാൻ ഫോർവേഡ് ചെയ്തു. സാറേ, ഞാൻ ഇങ്ങനെ ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷൻ, എനിക്ക് മറ്റന്നാൾ ഒരു 30 lakhs എൻ്റെ കയ്യിൽ വേണം. ഇത് കേട്ടിട്ടുണ്ടെന്ന് അയാൾ അക്കൗണ്ട് നമ്പർ അയച്ചോളൂ, ഞാനോട്ട് അയക്കാമെന്ന് പറഞ്ഞു. 2 തവണ കുവൈത്തിൽ നിന്ന് ഇയാളെ ഞാൻ കണ്ടിട്ടുള്ളൂ. പ്രോഗ്രാം ചെയ്യുമ്പോൾ എന്നെ വന്ന് അപ്രീഷിയേറ്റ് ചെയ്തു. അദ്ദേഹത്തിന്റെ അയാള് ഒരുപാട് കലാകാരന്മാർ അത്രയും സ്നേഹിക്കുന്ന ഒരാളാണ്. ഞാനും സുരഭിയും അവിടെ ചെന്നപ്പോൾ ഞങ്ങൾ അത്രയേറെ കൊണ്ടു നടന്ന ഒരാളാണ്. ഞങ്ങൾക്ക് ഒരുപാട് ഗിഫ്റ്റുകളൊക്കെ വാങ്ങിച്ചു തന്ന ഒരാളാണ്. ഒരു ഗ്യാരണ്ടി ഇല്ലാതെ 30 lakhs എൻ്റെ അക്കൗണ്ടിലേക്ക് കിട്ടാൻ തന്നെ സഹായിച്ച ഒരാളാണ്. അപ്പൊ അങ്ങനത്തെ ഘട്ടത്തിൽ വരുന്ന ഒരാള് ശരിക്കും അയാൾ ദേവതുല്യനാണ്. ഓക്കെ. അയ്യൂബ് ഖാനെ പോലെ ഒരു ഫ്രണ്ട് നമുക്ക് എല്ലാവർക്കും വേണം അല്ലേ? അങ്ങനത്തെ ഒരു ഫ്രണ്ട് ഉണ്ടോ? വരുമ്പോ നമുക്കും പറയാം, നമുക്ക് അടുത്ത സുഹൃത്തുക്കളൊക്കെ ഉണ്ട്, അവരൊക്കെ നമുക്ക് ഇതൊരു ആപത്ത് ഘട്ടം വന്നു കഴിഞ്ഞാൽ അവരെല്ലാം നമ്മളെ കൈവിടാറില്ല. അങ്ങനൊന്നും വിഷയങ്ങളൊന്നുമില്ല, എല്ലാവരും ഉണ്ട്. പിന്നെ ഈ നമുക്ക് വീട്ടിൽ സമാധാനം ചെന്ന് കയറുമ്പോൾ നമുക്ക് കടമുണ്ടെങ്കിലോ അല്ലെങ്കിൽ ആരോടെങ്കിലും വഴക്കായാലോ എന്തിനായാലും ശരി, നമ്മുടെ വീട്ടിൽ ചെല്ലുമ്പോൾ വൈഫ് അച്ഛാ അത് കുഴപ്പമില്ല, അച്ഛാ അത് സാരമില്ല, അച്ഛാ അച്ഛാന്ന് വിളിക്കുന്നത്. വീട്ടിൽ ചെല്ലുമ്പോൾ മക്കള് പറയുന്നില്ലേ, അച്ഛാന്ന് എന്നെ വൈഫ് അച്ഛാ. ഞങ്ങൾ ഈ ക്രിസ്ത്യാനികളായതുകൊണ്ട് അച്ഛാന്ന് വിളിക്കുന്ന, അണ്ണാന്ന് ചേട്ടാന്ന് വിളിക്കത്തില്ല. എന്തോ എനിക്കറിയത്തില്ല, അച്ഛാന്ന് വിളിക്കുന്നത്. അപ്പം മക്കള് അപ്പാന്ന് വിളിക്കുന്നത്. അപ്പം അവർ കുഴപ്പമില്ല അച്ഛാ, വിഷയമല്ല അച്ഛാ, അത് പിന്നെ എന്നും പറഞ്ഞൊരു സമാധാനം നമുക്ക് തരുമ്പോഴേ നമുക്ക് അതൊരു വേറൊരു സന്തോഷമാണ് തരുന്നുണ്ടേ. അതുകൊണ്ടാണ് പറയുന്നത്. വൈഫ് ഓൾറെഡി സപ്പോർട്ടിങ് ആണ്, അല്ലാണ്ട് ഇപ്പൊ ഒരു ആപത്ത് ഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അല്ലെങ്കിൽ എന്നെ പിന്നെ ഒരു കുത്താൻ വന്നായിരുന്നു കേട്ടോ. എന്ത് കത്തി വെച്ചാ? കത്തി വെച്ച് കുത്താൻ വന്നപ്പോ എന്റെ ഒരു ചെറുക്കൻ വന്ന് പിടിച്ചു മാറ്റി, അത്ര മതിയാ. എന്തിനാ കുത്താൻ വന്നേ? അല്ല, വീണ്ടും ചോദ്യം ചോദിച്ചോണ്ട് പറഞ്ഞതാ. ഓ അങ്ങനെ, സോറി ഏട്ടാ, എനിക്ക് മനസ്സിലായി ശരിക്കും കുത്താൻ വന്നേ. ഇല്ല, എന്നെ ഇപ്പൊ അറിയില്ല, നമ്മുടെ ഈ പടം വരുമ്പോഴ് ആക്ച്വലി അങ്ങനെ ഒരു വ്യക്തി ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ആലോചിക്കുന്നത് രണ്ടുപേരുണ്ട്. എനിക്ക് നമുക്ക് ആപത്ത് ഘട്ടം വരുമ്പോൾ മിനോട്ടം പറഞ്ഞ പോലെ ആപത്ത് ഘട്ടം വരുമ്പം പോലെ ഈ ഞാൻ ഇപ്പം എനിക്ക് ഓപ്പണായിട്ട് പറയാം. കാരണം
അതിനകത്ത് ഒന്ന് സഹായിച്ചത് എൻ്റെ ഫാദറിൻ്റെ ആയ ഓപ്പണായിട്ട് പറയാം. പുള്ളിക്ക് പെൻഷൻ കഴിഞ്ഞ ശേഷം പടം അടുത്ത തേർഡ് ഷെഡ്യൂളിലോട്ട് പോവാണ്. അപ്പം അറിയാമല്ലോ കേട്ടോ, അപ്പം നിറയെ പൈസ വേണം. പുള്ളി എന്താണെന്ന് അറിയാം, പെൻഷൻ പൈസ മുഴുവൻ എൻ്റെ കയ്യിൽ കൊണ്ടുവന്നു. ആരും ചെയ്യൂല, ആരും ചെയ്യാത്ത കാര്യം. ഓക്കെ മോനെ, ഇന്ന് വരെ അതിൻ്റെ പേരിൽ ഇത് ഞാൻ സത്യസന്ധമായിട്ട് പറഞ്ഞ മനസ്സിൽ തൊട്ട് പറയാം. അത് അച്ഛൻ. പിന്നെ ഒരാളെന്ന് പറഞ്ഞാൽ എൻ്റെ സ്കൂൾ മുതലുള്ള എൻ്റെ ഫ്രണ്ട് ശ്രീഹരി എന്നാണ് പേര്. അവരോട് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. ഏറ്റവും രസം എന്ന് വെച്ചാൽ ഞാൻ ഒരുപാട് പേരെ ഞാൻ കൈയഴിഞ്ഞ് ഹെൽപ്പ് ചെയ്യുന്ന ഒരാളാണ്. ആ സമയത്ത് അവരാരും ഇല്ല, ഉണ്ടായിരുന്നില്ല. ഒട്ടും പ്രതീക്ഷിക്കാത്ത ആൾക്കാരാണ്. അച്ഛൻ വന്നിട്ട് ആ മോനെ കുഴപ്പമില്ല, ആ വരുന്നുണ്ട്, അല്ല അത് സത്യമാണ്. ഞങ്ങള് ഫ്രണ്ട്സിനെ പോലെയാ. എന്റെ വീട് എന്റെ അസൂയ തോന്നുന്നു. അതെ, അല്ല അസൂയ തോന്നണം. കാരണം എനിക്കിത് എങ്ങനെ പറഞ്ഞിരിക്കാൻ പറ്റാത്തൊരു, മറക്കാൻ പറ്റത്തില്ല ഈ ജന്മത്തിൽ. ഈ പടം ഇത് ഇത്രയും നന്നായിട്ട് എനിക്ക് ആക്കാൻ പറ്റിയത് അങ്ങനെയാണ്. പിന്നെ അറിയാലോ, സിനിമ എന്ന് പറയുമ്പോൾ ഒരുപാട് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വരും. ആ സമയത്ത് ഞാൻ മനസ്സിലാക്കിയത്, നമ്മൾ ആ സമയത്ത് നമുക്ക്, ഞാൻ എത്രയോ പ്രാവശ്യം ഹെൽപ്പ് ചെയ്ത ആൾക്കാർക്ക് എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും, പക്ഷെ ഹെൽപ്പ് ചെയ്തിട്ടില്ല. പക്ഷെ അത് ഇറ്റ്സ് എ ലെസൺ. കുഴപ്പമില്ല, എനിക്ക് പരാതിയില്ല. അതുകൊണ്ട് നമുക്കൊരു കടപ്പാടല്ലേ ആവുന്നത്. അങ്ങനെ അതാണ്. ശ്രീകുമാറേട്ടാ, തീർച്ചയായിട്ടും ഇപ്പോഴത്തെ എൻ്റെ ഒരു സിറ്റുവേഷനിൽ ഇപ്പോഴത് മാത്രമല്ല, ഞാൻ നേരത്തെ കഴിഞ്ഞതിൽ പറഞ്ഞായിരുന്നു, ഞാൻ വർക്ക് ചെയ്യുന്ന മിക്ക സെറ്റിലും സ്നേഹ വരാറുണ്ട് ഫ്രീ ടൈമിലൊക്കെ. അപ്പോൾ അവിടെ നടക്കുന്ന കാര്യങ്ങളിലും മറ്റു കാര്യങ്ങളൊക്കെ അറിയാം. എല്ലാവരുമായിട്ട് കണക്റ്റഡ് ആണ്, ആർട്ടിസ്റ്റാണ്. അപ്പോൾ അതുപോലെ എല്ലാ കാര്യങ്ങളും അറിയാം. നമുക്ക് ഏതൊരു പ്രതിസന്ധി ഘട്ടം വരുമ്പോഴത്തേക്കും നമ്മുടെ കൂടെ നിൽക്കുന്ന ആളുടെ ആ ഒരു സപ്പോർട്ട് നമുക്ക് ഇല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും സർവൈവ് ചെയ്യാൻ പറ്റില്ല. തീർച്ചയായും. മനസ്സിലായോ? അപ്പോൾ ആ രീതിയിൽ എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുകയും എൻ്റെ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കൊടുത്തുകൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകാനുള്ള ഒരുപാട് എനർജി തരുന്നത് വൈഫ് തന്നെയാണ്. അപ്പൊ ചേട്ടൻ കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു, വിശ്വാസമാണ്, ഞങ്ങൾ ഹാപ്പിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പോസ്റ്റ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അത് അങ്ങനെ ഒരു ഇത് ഞങ്ങൾ ഹാപ്പിയാണ്, ഞങ്ങൾ സന്തോഷത്തിലാണ്, ഐ ലവ് യു, ഇതൊക്കെ ഇത് ഞങ്ങൾ നിൽക്കുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് ഒരു എന്റർടൈൻമെന്റ് സെക്ഷന്റെ ഒരു ഭാഗമായിട്ട് നിൽക്കുകയല്ലേ. അപ്പോൾ നമ്മൾ വഴി മറ്റുള്ളവരും ഇത് ചെയ്യുക. എല്ലാവരും പാട്ടിലേക്കും ഡാൻസിലേക്കും ആക്ടിങ്ങിലേക്കും അതുപോലെ സന്തോഷത്തിൽ എല്ലാവരും നിൽക്കുക എന്നുള്ളതിൻ്റെ അവർക്കും കൂടെ ഇത് ഉപകാരപ്പെടട്ടെ എന്ന് കരുതിയിട്ടാണ് ഞങ്ങൾ. അല്ലാതെ നമ്മൾ ചുമ്മാ ഏത് ദിവസവും വാലന്റൈൻസ് ഡേ വരുമ്പോഴും അല്ലാത്ത സമയത്തും സാരി ഉടുത്തും അല്ലെങ്കിൽ അല്ലാതെയും അവിടെ പോയും ഇവിടെ പോയും ഓടി ചാടി. ഇപ്പം മൊബൈലിൽ നടക്കുമ്പോൾ എല്ലാവർക്കും പല പല പ്രശ്നങ്ങളുണ്ട് അവരുടെ ലൈഫിൽ അല്ലേ, പല പല സങ്കടങ്ങളുണ്ട്. അയ്യോ, അപ്പോൾ അങ്ങനെ വിചാരിച്ച് ആരും ഇത് ചെയ്യരുത്. അയ്യോ, ഇന്ന ആൾക്കാരെല്ലാം വലിയ രീതിയിലാണ് നിൽക്കുന്നത്, അവർക്കൊക്കെ ഒരുപാട് സന്തോഷത്തോടെ അവർ എല്ലാവർക്കും സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം ഉണ്ട്. അതിൻ്റെ ഇടയിൽ നമുക്ക് കിട്ടുന്ന കുറച്ച് നിമിഷങ്ങൾ, നമ്മൾ വളരെ കുറച്ച് നിമിഷത്തേക്ക് മാത്രമാണ്. ആ നിമിഷത്തിൽ നമ്മൾ സന്തോഷിക്കുക, മറ്റുള്ളവർക്ക് സന്തോഷം കൊടുക്കുക. നശിപ്പിക്കാൻ വേണ്ടി നടക്കുന്നവർ നശിപ്പിച്ചോട്ടെ, നശിപ്പിക്കാൻ വേണ്ടി നടക്കുന്നവർ നശിപ്പിക്കട്ടെ. പക്ഷെ നമുക്ക് ആ എന്റർടൈൻമെന്റ് നമുക്ക് ഉള്ളപ്പോൾ ഉണ്ടാക്കുക, അല്ലാത്തപ്പോഴത്തേക്ക് ഇല്ലാത്ത സമയത്ത് അത് ഉണ്ടാക്കിയെടുക്കുക, ഉള്ള സമയത്ത് അത് ആസ്വദിക്കുക. ഓക്കെ, അപ്പം വിനോദേട്ടാ, MAT മൂസിനെ പറ്റി ചോദിക്കാണ്ടിരിക്കാൻ പറ്റില്ല. ആരാത്ത പാത്തു മൂസക്കായ ആ കോംബോ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെയൊക്കെ ചൈൽഡ്ഹുഡ് ഏറ്റവും എന്താ പറയാ, എനിക്ക് സ്കൂൾ വിട്ട് വരിക യൂട്യൂബിൽ ആ വീഡിയോ കാണാന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഒരു എന്താ പറയാ എന്റർടൈൻമെന്റ് ആയിരുന്നു ആ സമയത്ത്. അപ്പം അല്ല, അതിന്റെ തമാശ, ഞാനിപ്പോ ഈ അടുത്തൊരു കോളേജിൽ എന്നെ ഇനോഗ്രേഷന് വിളിച്ചു. അപ്പൊ എന്നെ വെൽക്കം ചെയ്യുന്ന ഒരു പെൺകുട്ടി പറഞ്ഞു, ഞാൻ 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന ചേട്ടന്റെ ഫാനാണെന്ന്. അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചേ, MAT മൂസിയാണ് അവിടെ കണ്ടത്. കാലം അത്രയും പോയി, എന്റെ പ്രായവും കൂടി, ഒക്കെ സത്യമാണ്. എല്ലാം ഇരുത്തി വായിക്കുമ്പോ പറയുവാണ്. അല്ല, സത്യം, ആ ഒരു പ്രോഗ്രാമിന്റെ ഒരു വിജയം എന്ന് പറഞ്ഞത്. ഇപ്പൊ ആ പ്രോഗ്രാം വൈൻഡ് അപ്പ് ചെയ്തിട്ട് 8 വർഷമായി. പക്ഷെ ഇന്നും ഞാൻ പുറത്തിറങ്ങിയാല് ഒരു 10 പേര് എന്നെ വിളിക്കുന്നുണ്ടെങ്കിൽ അതിൽ 7 പേരും എന്നെ വിളിക്കുന്നത് മൂസക്കായി. ബാക്കിയുള്ളവർ മൊയ്തുക്കാനും വിനോദം ആരും വിളിക്കാറില്ല.
അത് വലിയൊരു ഭാഗ്യമാണ്. കാരണം ആ ഒരു പ്രോഗ്രാം കണ്ട് ഇത്ര വർഷമായിട്ടും എന്നെയും സുരഭിയും ആളുകൾ മറക്കാത്തതിൻ്റെ ഒരു ചെറിയ കുട്ടികൾക്ക് വരെ ഇപ്പോഴും അമ്മമാർ ഇതിൻ്റെ പഴയ എപ്പിസോഡ് വെച്ച് കൊടുക്കുകയാണ്. കുട്ടികൾ അതൊക്കെ കാണുക. അപ്പോൾ ഈ മലപ്പുറം ജില്ലയിലൊക്കെ ഉദ്ഘാടനത്തിന് ചെല്ലുമ്പോഴാണ് നമ്മളൊക്കെ അവിടെ മമ്മൂട്ടി മോഹൻലാലേ ഞാൻ സുരഭിക്ക് പോയി കഴിഞ്ഞാൽ അത്ര ഫാൻസാണ്. അവർ വന്ന് നമ്മളെ ഒന്ന് തൊടാനും നമ്മളോട് സംസാരിക്കാനും ഫോട്ടോ എടുക്കാനും കാണിക്കുന്ന ഒരു ആവേശം കാണിക്കുമ്പോൾ അത് ആ പ്രോഗ്രാമിന്റെ വിജയം തന്നെ. കാരണം നമ്മുടെ സ്കൂളിലെ കുറ്റപ്പേരെന്നറിയോ? ഡ്രാഗൺ പൈലി. ആട് 2-ല് ആട് 1-ല് ഡ്രാഗൺ പൈലി. അവിടെ കുട്ടികളെല്ലാം അവളെ എങ്ങനെ വിളിക്കുന്നത്? ഡ്രാഗൺ പൈലി എന്നാണ് വിളിക്കുന്നത്. അങ്ങനെ ചേട്ടൻ എന്താ വിളിക്കുന്നത്? ഇരട്ടപ്പേരെന്തെങ്കിലും ഉണ്ടോ? അല്ല, അങ്ങനെ ഇരട്ടപ്പേര് നമ്മൾ ചെയ്ത കഥാപാത്രത്തിന്റെ പേര് വെച്ചിട്ട് കൂടുതലും വിളിക്കാറുള്ളത്. പിന്നെ അത് ഇപ്പം മറിമായം ഇപ്പൊ 14ാമത്തെ വർഷം കേട്ടോ, 15ാമത്തെ വർഷമാണ് ഇപ്പൊ പൊക്കോണ്ടിരിക്കുന്നത്. മറിമായത്തിൽ നിന്ന് 3ാമത്തെ വർഷം ആവുന്നതിന് മുമ്പേ അതിൽ നിന്ന് മാറിയ ഒരാളാണ് ഞാൻ. പക്ഷെ എന്നെ ഇപ്പോഴും അറിയപ്പെടുന്നത് ലോലി തന്നെ. അതാണ് ആ ക്യാരക്ടറിന്റെ ഇൻഫ്ലുവൻസ്. പ്രോഗ്രാം അതുപോലെ എടുക്കുന്നതുകൊണ്ടാണ്. തീർച്ചയായിട്ടും ആ പരിപാടി മൊത്തം ആൾക്കാർ കാണും. ഓക്കെ. അപ്പൊ നമ്മളാണെങ്കിൽ MIT മൂസനെ പറ്റിയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം നിങ്ങൾ ആ ഒരു പാത്തും മൂസക്കായി എന്ന് പറഞ്ഞ ഒരു കോംബോ ഭയങ്കര ഹിറ്റ് ആയിരുന്നല്ലോ. അപ്പൊ ഇപ്പം വിനോദേട്ടനായിക്കോട്ടെ വിജയിച്ചോട്ടെ, നിങ്ങൾ ശരിക്കും ജീവിതത്തിൽ നല്ലൊരു സൗഹൃദം കാത്തു സൂക്ഷിക്കുന്ന ആൾക്കാരാണ്. സുരഭി എന്റെ വൈഫാന്ന് പ്രചരിപ്പിച്ച ഒരുപാട് ആളുകളുണ്ട്. ഞാൻ എന്റെ ഭാര്യയെ 2ാമത് കല്യാണം കഴിച്ചിരുന്നു. അപ്പൊ എന്റെ ഭാര്യയെ 4 തവണ കല്യാണം കഴിച്ചിട്ടുണ്ട്, സ്വന്തം ഭാര്യയെ. അപ്പൊ 2ാം തവണ ഞാൻ ഗുരുവായൂർ കല്യാണം കഴിച്ചപ്പോ അത് മാത്രം സോഷ്യൽ മീഡിയയിൽ കണ്ടില്ല, ഭയങ്കര വൈറലായിരുന്നല്ലോ. കണ്ടില്ല, 4 വട്ടം കല്യാണം കഴിച്ച. അത് നമ്മുടെ പോട്ടെ, ഒരു കല്യാണം ഞാൻ ഇപ്പൊ കഴിക്കും. ജഗദീഷ് സോഷ്യൽ മീഡിയയിൽ ഇടണേ. ജഗദീഷ് ചേട്ടൻ പറഞ്ഞിരുന്നേ, ജഗദീഷ് ചേട്ടൻ ഒരു ഇന്റർവ്യൂവിൽ എന്നോട് പറഞ്ഞു, വിനോദ അതിനിപ്പോ PSCയിലൊക്കെ ക്വസ്റ്റ്യൻ വരും കേട്ടോ, സ്വന്തം ഭാര്യ 4 തവണ കല്യാണം കഴിച്ച കലാകാരൻ ആരാന്ന് ചോദിച്ചാൽ PSC ക്വസ്റ്റ്യനൊക്കെ. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഉപേക്ഷിക്കും മാറുമായിരുന്നു? പണക്കം വരുമ്പോ ഒന്ന് ഉപേക്ഷിക്കും, അപ്പൊ വീണ്ടും കിട്ടും. അങ്ങനെയല്ല, സ്നേഹപൂർവ്വം. അങ്ങനെ ഗുരുവായൂർ ഞങ്ങൾ കല്യാണം കഴിച്ചപ്പോ ഗുരുവായൂരിന്ന് കല്യാണം കഴിച്ചപ്പോ പല യൂട്യൂബ് ചാനലുകാരും ഇട്ടു ന്യൂസ്, വിനോദ് കോവൂർ 2ാമതും കെട്ടി എന്നേ പറഞ്ഞു. അതാണ് ഹെഡിങ്. അപ്പൊ ആളുകളൊക്കെ ഉറപ്പിച്ചു അത് സുരഭി ആയിരിക്കും, വേറെ ആരെയും വിനോദേട്ടൻ കെട്ടൂലാണ്. ഞാൻ അപ്പൊ തന്നെ സുരഭിയെ വിളിച്ചു, സുരഭി ഇങ്ങനെ സംഭവം. സുരഭി അപ്പൊ തന്നെ ഫേസ്ബുക്കിൽ ലൈവ് പോയി, വിനോദേട്ടൻ കല്യാണം കഴിച്ച വിനോദേട്ടന്റെ ഭാര്യയെ തന്നെയാണ്, എന്നെ അല്ല, ആരും തെറ്റിദ്ധരിക്കണ്ട. അങ്ങനെ കുറെ നല്ല നല്ല അനുഭവങ്ങള് ആ ഒരു പ്രോഗ്രാമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിരുന്നു. 4 വട്ടം കല്യാണം കഴിക്കാനുണ്ടായിരുന്ന ഒരു ഇതെന്താ? അല്ല, അത് പിന്നെ ആദ്യത്തെ കല്യാണം എനിക്ക് ഇഷ്ടമില്ലായിരുന്നു, ഇഷ്ടമല്ലാത്തൊരു സ്ഥലത്ത് നിന്നായിരുന്നു. കാരണം അവളുടെ വീട്ടിൽ നിന്നായിരുന്നു. ഞാൻ ഗുരുവായൂരിൽ കല്യാണം കഴിക്കാനാണ് ആഗ്രഹിച്ചത്. പിന്നീട് ഒരു 17 വർഷം കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ഒരു വെഡിങ് ആനിവേഴ്സറി ദിവസം ഞാൻ ഒരു സ്വാമിജിയോട് ചോദിച്ചു, എനിക്കിങ്ങനെ അപ്പം അതിന് കുഴപ്പമൊന്നുമില്ല, അവിടെ 1000 രൂപ അടിച്ച് ആർക്കും കല്യാണം കഴിക്കാമല്ലോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ വീണ്ടും ഇഷ്ടപ്പെട്ട ഡ്രസ്സും അവൾക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് വാങ്ങിച്ചു കൊടുത്തു, എനിക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് വാങ്ങി എൻ്റെ കുറച്ച് കൂട്ടുകാരെയൊക്കെ വിളിച്ചു. അപ്പൊ കല്യാണം ഗുരുവായൂരുള്ള എൻ്റെ സുഹൃത്ത് സ്പോൺസർ ചെയ്തു. അങ്ങനെ ഗുരുവായൂർ വെച്ചിട്ട് വീണ്ടും ഒരു കല്യാണം. പിന്നെ മൂകാംബിക പോയപ്പോ അവിടുന്ന് കല്യാണം കഴിക്കാൻ തോന്നി, അവിടുന്ന് കല്യാണം കഴിച്ചു. പിന്നെ രാമേശ്വരത്ത് പോയ ദൈവത്തെ നീ എങ്ങും പോയില്ലേ? രാമേശ്വരത്ത് പോയി. രാമേശ്വരത്ത് പിന്നെ ഒരു ദമ്പതി പൂജ എന്നുണ്ട്, അവിടെയും ഞങ്ങൾ പരസ്പരം മാലയിട്ട് കല്യാണം കഴിച്ചു. അങ്ങനെ 4 താലി. ഡയറക്റ്റായിട്ട് വീട്ടിലോട്ട്. അല്ല, ഞാൻ ഗുരുവായൂരിൽ കല്യാണം കഴിച്ചപ്പോ ഒരുപാട് ആർട്ടിസ്റ്റുകൾ എന്നെ വിളിച്ചു ചോദിച്ചിട്ടോ. അപ്പൊ അവർക്കൊക്കെ ആഗ്രഹമുണ്ട്. അതിനുശേഷം 2 പേര് കല്യാണം കഴിച്ചിട്ടുണ്ട് അവിടെ പോയിട്ട്. കാരണം അറിയില്ലായിരുന്നു അവിടെ വീണ്ടും അങ്ങനെ പോയി കെട്ടാൻ പറ്റും. ഞാൻ ഒന്നിൽ 1000 രൂപ അടിച്ചാൽ ആർക്കും കല്യാണം കഴിക്കാം, സാക്ഷികൾ പറയാൻ 2 പേര് വേണമെന്നുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ പുതിയ കല്യാണം പോലെ നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ എനിക്ക് ശരിക്കും ആ കല്യാണം ഇപ്പൊ എന്റെ മെമ്മറിയിലുള്ള, എന്റെ ആദ്യത്തെ കല്യാണം എന്റെ മെമ്മറിയിലുള്ള. 2ാമത് കഴിച്ച കല്യാണത്തിന്റെയാണ് ഞാൻ 4-5 കിട്ടിയില്ലേ. പിന്നെ നിനക്ക് ലാസ്റ്റ് ഓർമ്മ വരുന്നുള്ളൂ. ആദ്യത്തെ പിന്നെ എങ്ങനെ ഓർമ്മ വരാം? കെട്ടണതൊക്കെ സ്വന്തം ഭാര്യയാണെന്നുള്ള ചിന്ത പറയടാ. അപ്പം വിനോദേട്ടാ, എന്നെ വിട്ടേക്ക്. നമ്മളിപ്പം ഇത്രയും പറഞ്ഞല്ലോ, നമ്മളൊരു ചെറിയൊരു പ്രാങ്ക് സെഗ്മെന്റിലേക്കാണ് പോകുന്നതെന്ന് സുരഭി ചേച്ചിനെ വിളിക്കണം. ഒരു സിമ്പിൾ പ്രാങ്ക് ആണ്. ഇപ്പൊ വിളിക്കാനോ? ഞാൻ വിളിക്കണോ? വിളിച്ചിട്ട് അല്ല, സിമ്പിളാ, സിമ്പിൾ എന്തെങ്കിലുമൊക്കെ പറയൂട്ടോ. സിമ്പിൾ പ്രാങ്കാ ചേട്ടാ, ഡോണ്ട് വെറി. ഇങ്ങനെ പറഞ്ഞാ മതി. ഞാനൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്, ഒരു പുതിയ ബിസിനസ് ആണ്. നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ വാങ്ങാൻ പോവാണ്. റെയിൽവേ സ്റ്റേഷൻ വിൽക്കണ്ട്. എറണാകുളം റെയിൽവേ സ്റ്റേഷൻ വിൽക്കണ്ട്. അപ്പൊ അത് വാങ്ങാൻ പോവാ.
എന്താ ചേട്ടാ? അല്ല, റെയിൽവേ സ്റ്റേഷൻ വാങ്ങാൻ പോവാണ്. അപ്പം നീ ഒരു നാഷണൽ അവാർഡ് വിന്നർ അല്ലേ? അപ്പൊ നീ ഉണ്ടെങ്കിൽ കൂടുതൽ ബിസിനസ് സൗത്തും നോർത്തും കൂടി ഒരുമിച്ചാ മേടിക്കണത്. സൗത്തിന്റെ കോൺട്രിബ്യൂഷൻ നീ തരണം. പെട്ടെന്ന് പറഞ്ഞപ്പോഴേ തേരുമാ മുമ്പത്തില് ടാസ്ക് വിളിക്കാൻ പറഞ്ഞല്ലേ? മനസ്സിലായോ? എനിക്ക് മനസ്സിലായില്ലേ? ഇത് വർക്കൗട്ട് ആവുമെന്ന് എനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ എറണാകുളം റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയണ്ട, മാത്താനം റെയിൽവേ സ്റ്റേഷൻ. മാത്താനം അല്ല, ഇവിടെ എറണാകുളത്ത് ഒരു മാത്താനം ആ റെയിൽവേ സ്റ്റേഷൻ ഇല്ല ഇവിടെ? മാത്താനം എന്നല്ലേ പേര്? എറണാകുളം റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞോ, ഒട്ടും കുറയ്ക്കണ്ട. റെയിൽവേ സ്റ്റേഷൻ ഞാൻ എറണാകുളം റെയിൽവേ സ്റ്റേഷൻ ഞാൻ വാങ്ങാൻ പോവാണ്. അപ്പം റെയിൽവേ സ്റ്റേഷനിലാണെങ്കിൽ അവര് നാഷണൽ അവാർഡ് വിന്നർ ആണെങ്കിൽ കുറച്ച് ഡിസ്കൗണ്ട് ഒക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞാൽ മതി. ആദ്യം ചോദിക്കും, ഹലോ ആ കിളി പോയോന്ന് ചോദിക്കും. കുഴഞ്ഞിരിക്കും കേട്ടോ. അവള് എന്തൊക്കെയാണ് പറയാന്നത് ഞാൻ മനസ്സിലിരിക്കുന്നത്. ഇതൊക്കെ ചോദിക്കാം, കിളി പോയോ വട്ടായോ നോർമൽ അല്ലേ ഏറെ ഹോസ്പിറ്റലാന്നൊക്കെ ചോദിക്കും അവള്. ഒക്കെ ഉണ്ടാവും. പാർട്ട്ണർഷിപ്പോ? നിങ്ങൾ തമ്മിൽ പാർട്ട്ണർഷിപ്പായിട്ട് സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ മതി. എന്റെ മൊബൈലിൽ നിന്ന് എടുക്കുമോ? അത് അവിടെ ബാഗിന്റെ സൈഡിലിരിക്കുന്നുണ്ട്. ഈശ്വര, അവള് ഷൂട്ടിങ്ങിലായിരിക്കട്ടെ. അല്ല, അവിടെ ആ മേശയുടെ മേലെ. നമുക്കിപ്പോ കണ്ണൂരിന്നൊക്കെ ഒറ്റ നമ്പറേ ഉള്ളൂ. അത് ശരിയാ ചേട്ടാ. ലൗഡ് സ്പീക്കർ. സുരു എവിടെയുള്ളേ? ഞാനേ ഒരു കാര്യം ചോദിക്കാനാണ്. അതായത് എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷൻ വിൽക്കുക എന്ന് പറഞ്ഞിട്ടൊരു ന്യൂസ് വന്നിട്ടുണ്ട്. സൗത്ത് റെയിൽവേ സ്റ്റേഷൻ വിൽക്കണം. അപ്പൊ എന്നോട് ഒരാൾ വിളിച്ചു ചോദിച്ചു, വിനോദിന് താല്പര്യം ഉണ്ടെങ്കിൽ എടുക്കാമെന്ന്. സുരഭീനെ വിളിക്കുകയാണെങ്കിൽ ദേശീയ അംഗീകാരം കിട്ടിയോണ്ട് അവർ റിഡക്ഷൻ തരും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ടീം വിളിച്ച്. അപ്പോൾ എന്താണ് എൻ്റെ താല്പര്യം എന്ന് അറിഞ്ഞിട്ട് ഞാൻ അവരോട് സംസാരിക്കാമെന്ന് കരുതിയിട്ടാണ്. സൗത്ത് റെയിൽവേ സ്റ്റേഷൻ ഓർത്തല്ല. അപ്പൊ നമുക്ക് എടുത്താലോ? ആ അതാണ്. അല്ല, അപ്പൊ നാളെ തന്നെ കൊടുക്കുന്നാല്? അതെ, അല്ല ഈ റെഡി ആണെങ്കിൽ അത് പറയാം. അതാണെങ്കിൽ ഞാൻ അഡ്വാൻസ് കൊടുക്കും. അതെ, നോർത്താണെങ്കിൽ വേണ്ട. അത് ഞാനും വിചാരിച്ചാ നോർത്ത് വേണ്ട, നമുക്ക് സൗത്ത് മതി. സൗത്തിൽ പിടിക്കാം. അപ്പൊ ഞാൻ അഡ്വാൻസ് കൊടുക്കും കേട്ടോ. കൊടുത്തിട്ട് നീ കിടന്ന് അനുഭവിക്കാൻ. ഹലോ, മോളെ ഞാൻ നെൽസനാണ്. നെൽസൺ. ശ്രീമാനോട് മോളെ. ഹലോ, ഞങ്ങൾ വേണ്ടത് ആത്മസഹോ. എടാ നീ ശ്രീകുമാറാന്ന് പറയും, അവർക്ക് മനസ്സിലായി. അതുപോലും ഇവന് വാങ്ങിക്കാനുള്ള പൈസ ഇല്ലെന്ന് നോക്കറിയാലോ. അല്ല, അത് ദേശീയ അംഗീകാരം കിട്ടിയ ആളുണ്ടെങ്കിൽ അവര് ഭയങ്കര ഡിസ്കൗണ്ട് തരാന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ നിന്നെ വിളിച്ചത്. നോക്കാം. ഞാൻ ഇവിടെ അസിസ്റ്റന്റ് കളക്ടർ വിളിച്ചാണ് എറണാകുളത്തെ. ഓക്കെ ഓക്കെ. ശരി ശരി. അതെ, ഞാനിവിടുത്തെ ആങ്കർ ഒക്കെ കൊടുക്കാം. ഒറ്റ മിനിറ്റ്. ഹലോ ഹലോ ചേച്ചി, ഇവര് മൈൽ സ്റ്റോൺ മേക്കേഴ്സിന്റെ ഒരു ഇന്റർവ്യൂവിൽ ഇരിക്കുവായിരുന്നു. അല്ല, ഞാൻ കൊടുത്ത ചെറിയൊരു പ്രാങ്കാ. ഞാൻ പറഞ്ഞതാ കുറച്ചും കൂടെ വിശ്വസിക്കുന്ന പ്രാങ്ക്. അപ്പൊ ചേട്ടൻ പറഞ്ഞു ഇതാണ് നല്ലതെന്ന്. ചേച്ചി വിശ്വസിച്ചോളൂ, ചേച്ചി വിശ്വസിച്ചോളൂ എന്ന് പറഞ്ഞേ. അപ്പൊ ചേച്ചി പണത്തിന്റെ കാര്യം പറഞ്ഞാൽ മതിയായിരുന്നു. കോവൂരാണെങ്കിൽ 5 ലക്ഷത്തിന് എടുത്തോ പറഞ്ഞിരുന്നെങ്കിൽ അപ്പൊ സമ്മതിച്ചേനേന്ന്. വിക്രമത്തിന്റെ നായിക നീ, വിക്രമോ അല്ലെങ്കിൽ ഓക്കെ ചേച്ചി, താങ്ക് യു നീ വില്ലനോ ഒക്കെ പറഞ്ഞു. ഒരു വില്ലനാണ്, കുള്ളനെയാണ് ആവശ്യമെന്ന്. വില്ലൻ
അല്ല അങ്ങനെ പറയായിരുന്നു എന്ന് പറയായിരുന്നേ. തമിഴിലൊരു സിനിമയിലേക്ക് അവളെ നായികയായിട്ട് വിളിച്ചിട്ടുണ്ട്, വിക്രമിന്റെ പടത്തിൽ ഞാനാണ് വില്ലൻ, നീ വില്ലിങ് ആണോ എന്ന് ചോദിക്കാൻ പറയായിരുന്നു. അത് വിശ്വസിച്ചേനല്ലേ? പിന്നെ അതാണ് അല്ല ഇത് അവളുടെ മറുപടി ഒന്നായി, നോർത്ത് വിഭാഗികൾ സൗത്ത് സൗത്ത് ആണെങ്കിൽ എടുത്തോളീന്ന്.